സ്ഥലം എന്താണ് നിങ്ങൾ ഇങ്ങനെ ഈ തെരുവിലേക്ക് ഇറങ്ങുന്ന സാഹചര്യം ഉണ്ടായത് എങ്ങനെയാണ്? തെരുവിലേക്ക് ഇപ്പൊ നമുക്ക് ഒരുവിധം കേരള സമൂഹം നമ്മുടെ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. നമ്മുടെ LPST ലിസ്റ്റ് വന്നു, 1 വർഷവും 2 മാസവും പിന്നിട്ടിട്ടും നമുക്ക് നിയമനങ്ങൾ നടക്കുന്നില്ല. അത് നമ്മുടെ വിദ്യാഭ്യാസ മേഖല നേരിട്ട് കൊണ്ടിരിക്കുന്ന ഒരു വലിയ പ്രശ്നമാണ്. ഞങ്ങളും കയറാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് വന്നത്. അതായത് ഗവൺമെന്റ് സ്കൂളുകളിൽ നിന്ന് കുട്ടികൾ കൊഴിഞ്ഞു പോകുന്നു. അതിനൊരു പരിഹാരം എന്നോടാണ് ഞങ്ങൾ മുന്നോട്ട് വെച്ചത് 1:25 എന്നുള്ളൊരു റേഷ്യോ. അപ്പൊ അത് നടപ്പിലാക്കുകയാണെങ്കിൽ നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിലെ പ്രശ്നങ്ങൾ കുറയ്ക്കാൻ പറ്റും, ഡിവിഷൻ കോഡുകൾ കുറയ്ക്കാൻ പറ്റും. അപ്പൊ ഞങ്ങളുടെ നിയമനങ്ങൾ ഞങ്ങൾക്ക് തന്നെ കിട്ടും. അപ്പൊ ഞങ്ങൾക്ക് കിട്ടേണ്ട ഒഴിവുകളിലേക്ക് ഡിവിഷൻ കോഡ് വരുന്ന സാഹചര്യത്തിൽ നമ്മുടെ ഉള്ള ടീച്ചർമാരെ പുനർവിന്യസിക്കേണ്ടി വരുന്നു. അതാണ് നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം. അപ്പോൾ ആ ഒരു പ്രശ്നത്തിനെ മറികടക്കാനുള്ള പരിഹാരവും ഞങ്ങൾ ഗവൺമെന്റിന്റെ മുന്നിലേക്ക് വെച്ചു. പക്ഷെ നമ്മുടെ ഗവൺമെന്റ് പറയുന്നത് ഇതൊരു വലിയ സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കുന്ന ഒരു കാര്യമാണെന്നാണ്. പക്ഷെ ഞങ്ങൾ ഒരിക്കലും ഒരു സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കുന്ന കാര്യമല്ല മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഞങ്ങൾ പറഞ്ഞത് ഡിവിഷൻ കോഡ് വരുന്ന സാഹചര്യത്തില് നമുക്ക് ഇനി 1:25 എന്ന റേഷ്യോ നിലനിർത്തുക, എന്നിട്ട് പുതിയ പോസ്റ്റുകൾ അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടേണ്ട, അങ്ങനെ വ്യവസ്ഥ ചെയ്തുകൊണ്ട് നമ്മുടെ ഗവൺമെന്റ് സ്കൂളിൽ നടപ്പിലാക്കാനാണ് ഞങ്ങൾ ലിസ്റ്റും സബ് ലിസ്റ്റും കൂടി ചേർത്തിട്ട് 11,000 പേരാണ് റാങ്ക് ലിസ്റ്റിലുള്ളത്. അതിൽ മെയിൻ ലിസ്റ്റിൽ ഒരു 6,000 പേരോളാണുള്ളത്. അതിൽ നിന്ന് 80% നിയമനങ്ങൾ നടത്താനാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. നമ്മുടെ കാലാവധി 2028 മെയ് വരെയാണുള്ളത്. പക്ഷെ നമുക്ക് മറ്റെല്ലാ ഡിപ്പാർട്ട്മെന്റിനെ പോലെ ത്രൂ ഔട്ട് നമുക്ക് നിയമനങ്ങൾ നടക്കില്ല. വിദ്യാഭ്യാസ മേഖല ആയതുകൊണ്ട് അധ്യയന വർഷങ്ങളിലാണ് നടക്കുക. ഏപ്രിൽ, മെയ്, ജൂൺ മാസങ്ങളിലെ റിട്ടയർമെന്റ് ഒഴിവുകളിലേക്കാണ് നടക്കുന്നത്. 2 അധ്യയന വർഷങ്ങൾ കഴിയും. മാറ്റമില്ലെങ്കിൽ ശക്തമായ രീതിയിലേക്ക് പോകാനാണ് ഞങ്ങൾ 10 മാസം കഴിഞ്ഞ് തന്നെയാണ്. 10 മാസമായി. അതായത് 1 വർഷത്തെ നിയമനങ്ങളാണ്. 7 നിയമനങ്ങളാണ് 14 ജില്ലകളിലായിട്ട് നിയമനം. 6 കോട്ടയം ജില്ലയിലും 1 എറണാകുളം ജില്ലയിലും 2000-ഓളം പേരുള്ള ലിസ്റ്റിൽ നിന്ന്. അപ്പം 10 മാസമായിട്ട് ആകെ 7 നിയമനങ്ങളെ നടന്നിട്ടുള്ളൂ. അനുപാതം കുറയ്ക്കുക, പിന്നെ HM പോസ്റ്റ് ഒഴിവാക്കിയിട്ട് ആ പോസ്റ്റ് PSCയിലേക്ക് വിടാം. വരുന്ന ഒഴിവല്ലേ അവർ പറയുന്നത്? അത് PSCയിലേക്ക് വിട്ടു കഴിഞ്ഞാല് ഞങ്ങൾക്ക് കുറച്ച് പോസ്റ്റുകൾ കിട്ടും. അതുകൊണ്ടാണ് അപ്പൊ നമുക്ക് കാര്യമായിട്ട് തീരുമാനമാണ്. രണ്ട് ദിവസം ഇത് തന്നെ ഒരുപാട് ദിവസങ്ങളായിട്ട് നിരാശ. ആരോഗ്യം വളരെ മോശമാണ്. അപ്പൊ നമ്മൾ ചിലപ്പോൾ പോവാൻ സാധ്യതയുണ്ട്. അപ്പൊ പൂർണ്ണമായിട്ട് ഇങ്ങനെ ഇത്രയും ആൾക്കാരെ മരണത്തിലേക്ക് തടയുന്നത് അധ്യാപികമാരെ ഞാൻ ഹൃദയപൂർവ്വം അഭിവാദ്യം ചെയ്യും. വളർമതി ടീച്ചർ 11 ദിവസമായി നിരാഹാര സത്യാഗ്രഹം തുടരുകയാണ്. ആ നിരാഹാര സത്യാഗ്രഹത്തിനോട് അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് മറ്റ് ടീച്ചർമാരുടെ സമരം, അത് നിരാഹാര സത്യാഗ്രഹം തന്നെ 4 ദിവസം ഇപ്പോൾ പിന്നിടുകയാണ്.